വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നതിൽ അടുത്ത ഒരു വീഡിയോ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ആറ്റോമിക് ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ റീകോമ്പിനേഷൻ, റിഡക്ഷൻ, ആക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഹൈഡ്രൈഡ്സ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ആറ്റോമിക് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു, അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് നമ്മുടെ ആറ്റോമിക് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റും എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അപ്പ് ഇതാണ്, റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്. റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആറ്റോമിക് ഹൈഡ്രജൻ്റെ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, C2H4. ഈ C2H4ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആറ്റോമിക് ഹൈഡ്രജനും കൂടെ ആയിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചിരിക്കുക, C2H6 എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ആൻസർ ആണ്. കാരണം എന്താണ്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ 2 ഹൈഡ്രജൻ ഇതിലേക്ക് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മാറാണ് ചെയ്യുന്നത്, C2H6 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഇതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതായിരുന്നു, C17H33COOH. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓയിലാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ C17H33COOH. ദെൻ നമ്മൾ റിയാക്ഷൻ കൊടുക്കുകയാണ്. റിയാക്ഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2H ആറ്റോമിക് ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. ഇനി ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സിന് നമ്മുടെ ഡിക്ഷണറി നോക്കി കാണാൻ പറ്റും, ഹൈഡ്രോജിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ചിരിക്കുക, C7 ഇവിടെ H33 ആണ്, 2 H ഉണ്ടല്ലേ. അപ്പോൾ ഇത് എത്രയായിട്ട് മാറും, CH35, പിന്നെ ബാക്കി എന്താണ് വരിക, COOH എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമുക്കവിടെ ഫോം ചെയ്തു വരിക. അപ്പോൾ നമുക്കപ്പോൾ റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആറ്റോമിക് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 റിയാക്ഷൻസ് ഓർത്തിരിക്കുക. ഒരു പോയിന്റ് കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം. ഇവിടെ നോക്കുക, H2+H+. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H3+ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എൻതാൾപ്പി ചേഞ്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിച്ചിരിക്കുക, ΔH -515 കിലോ ജൂള് മോൾ -1 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കവിടെ ഫോം ചെയ്ത് വരുന്നത്. ക്ലിയർ ആയില്ല? അപ്പോൾ ഇതാണ് നമുക്ക് ആറ്റോമിക് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രജൻ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 വിളിക്കാം. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K റുപ്പീസ് ആയിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.